ഇപ്പം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ല ആന്തരികമായി സൃഷ്ടിക്കപ്പെട്ടെന്ന് ആലോചിക്കുക. ഇനി ഒന്നും വേണ്ട. ഒരു സന കല്യാണം കഴിച്ചില്ല, ബാച്ചിലറാണോ? ബാച്ചിലർ. കല്യാണം കഴിക്കുമല്ലോ അല്ലേ? കഴിക്കില്ലേ? ഒരു ആ പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഒരു വിത്ത്, പുള്ളിക്കാരന് പടച്ചവൻ ദൈവം കോടാനുകോടി വിത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു വിത്ത് കാണാൻ പോലും പറ്റാത്ത സ്പേം എന്ന് പറയുന്ന സെമൻ അല്ല സ്പേം, ആ സ്പേം എന്ന് പറയുന്ന അത്ര അൾട്രാ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അത്രയും സാധനമാണ് വന്ന് വീണിട്ട് ഒരു കുഞ്ഞായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത്. സോ ആ മൈക്രോ ലെവലിനകത്ത് ആ കുഞ്ഞിന്റെ കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ഹൃദയമുണ്ട്, ലങ്സ് ഉണ്ട്, കിഡ്നി ഉണ്ട്, എല്ലാ ഭാഗങ്ങളും ഉണ്ട്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ആ ഒരു സാധനത്തിനെ ഡാമേജ് ആക്കിയിട്ടാണ് അങ്ങോട്ട് അയച്ചു തന്നാലോ ജനിക്കുന്ന കൊച്ചെങ്ങനെ ഇരിക്കും? തന്നലും ഈ വന്നു ചേരുന്നതിൽ ഈ പറഞ്ഞ സനയിലും ഇതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഒരു മൈക്രോ ലെവൽ സാധനം ഇരിപ്പുണ്ട്. അതിന്റെ പേരാണ് അണ്ടം അല്ലെങ്കിൽ എഗ് ഓർ ഓവം. അതിനകത്തും കംപ്ലീറ്റ് ക്രോമസോം 23 ക്രോമസോമും 40,000 ജീനുകളും കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്ത് ഇന്ന് വരെ സനയുടെ ഉപ്പുപ്പാന്റെ ഏതാണോ തുടങ്ങിയത് നമ്മുടെ ആ അപ്പനും അമ്മൂമ്മ തൊട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് അതിനകത്തുണ്ട്. തന്നല്ലോ. അതിനെ ഏതെങ്കിലും ഒരു മൈനർ ലെവലിൽ ശംഭു വെച്ചിട്ടോ പാൻഗ്രാ വെച്ചിട്ടോ ബിയർ അടിച്ചിട്ടോ സിഗരറ്റ് വലിച്ചിട്ടോ ടൈറ്റ് വസ്ത്രങ്ങൾ ധരിച്ച് ചൂടടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടോ മെഡിസിൻ ഓവറായിട്ട് കഴിച്ചിട്ടോ കാലാവസ്ഥയ്ക്ക് ചേരാത്ത വസ്ത്രങ്ങൾ ധരിച്ചിട്ടോ അല്ലെങ്കിൽ ആ ലെവലിൽ ഏതെങ്കിലും 8 ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ സാഹചര്യം കൊണ്ട് ആ അണ്ടത്തിലെ ഒരു ജീനിനാണ് ഒരു കുഞ്ഞ് ഡാമേജ് സംഭവിച്ചത്. കണ്ണിൻ്റെ ജീൻ ഡെവലപ്പ് ചെയ്യേണ്ടത് പോയി, അല്ലെങ്കിൽ ബുദ്ധിയുടെ ജീൻ ഡെവലപ്പ് ചെയ്യേണ്ടത് പോയി, അല്ലെങ്കിൽ കൈ ഡെവലപ്പ് ചെയ്യേണ്ട ജീനിന് ഡാമേജ് വന്നിട്ടാണ് ആ അണ്ടത്തിലാണ് നേരത്തെ പറഞ്ഞ സ്പേം ആ മൈക്രോ തമ്മിൽ ചേർന്നിട്ടാണ് ആ കുഞ്ഞ് മുളച്ചു വരുന്നതെങ്കിൽ ആ കുഞ്ഞാണ് ആ തെറ്റ്. ആ കുഞ്ഞ് എന്ത് പഴച്ചു? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ശരിയല്ലേ? അതിലാണ് ഒരു വേദഗ്രന്ഥത്തിൽ ഖുർആനിൽ കൃത്യമായി പറഞ്ഞത്, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞത്, വേദത്തിൽ പറഞ്ഞത്, നല്ല വിത്തുകൾ നല്ല പുരയിടത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃക്ഷങ്ങൾ വളർന്നു വരും. ശരിയാണ്, മനസ്സിലായോ? രോഗം വന്ന വിത്തുകൾ അല്ലെങ്കിൽ തോന്നിയവാസമായിട്ടുള്ള വിത്തുകൾ കൊണ്ടുവന്ന് മോശപ്പെട്ട പുരയിടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ജോക്കറുകൾ പൊങ്ങി വരും, കളകൾ പൊങ്ങി വരും, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ആ വേദത്തിൽ പറഞ്ഞപ്പോൾ ബൈബിളിലോ ഖുർആനിലൊക്കെ പറഞ്ഞതുപോലെ നല്ല വിത്ത് നല്ല പുരയിടത്തിൽ വീണ് കഴിഞ്ഞാൽ നല്ല വൃക്ഷങ്ങൾ വളരും, അല്ലേ? എന്ന് പറഞ്ഞാൽ നല്ല പുരുഷൻ മീൻസ് കുളിച്ച് സ്പ്രേ അടിച്ചല്ല, നല്ല ബുദ്ധിയും നല്ല യുക്തിയും നല്ല വകതിരിവും നല്ല ബോധത്തോടെ പ്രവർത്തിക്കുന്ന നല്ലൊരു പയ്യൻ, നല്ലൊരു ചെറുപ്പക്കാരൻ, ആ വിത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയിലാണ് കിട്ടുന്നതെങ്കിൽ ആ സംഭവം അവിടെ നിന്ന് നല്ല കുഞ്ഞുങ്ങൾ ജനിക്കും.